ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കരിയർ നോക്കുമ്പോൾ എൻ്റെ ലൈഫ് മാറ്റിമറിച്ച അല്ലെങ്കിൽ എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ ഏതായിരിക്കും പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ചെയ്തതിൽ എബിയാണ്. എബി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സിനിമയാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാനാണ് ഹീറോയിൻ എന്ന് എനിക്കറിയില്ല. അത് എനിക്കൊരു കൺഫർമേഷൻ തരാതിരുന്നൊരു സിനിമയാണ്. അപ്പം അന്ന് ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ദൈവമേ എനിക്കിത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആ സിനിമയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മേ ബി ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയൊരു സിനിമ എന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റുന്നൊരു സിനിമ എബിയായിരിക്കും. അപ്പം വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തത്. പിന്നീട് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ലീഡായിട്ട് അല്ലെങ്കിൽ മെയിൻ നായിക എന്നുള്ളൊരു സാധനമായിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. നല്ല റോളുകൾ ചെയ്യാന്നുള്ളതാണ്. കാരണം നായികമാർ വരും, ചിലപ്പോൾ കുറച്ച് ടൈം സിനിമകൾ ചെയ്യും, അങ്ങ് പോവും. ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പല പല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നോടിപ്പോൾ മലയാളത്തിലെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ മുരളിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ അങ്ങനെയൊക്കെ പറയുള്ളൂ. കാരണം എനിക്കതാണ് ഇഷ്ടം. ഞാൻ അവരെയൊക്കെ സിനിമകൾ കാണുന്നതും കേൾക്കുന്നതും ആളാണ്. കാരണം അവർ ഡബ്ബിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ ഓഡിയോ കേൾക്കും. സിനിമ യൂട്യൂബിലിട്ടിട്ട് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഓഡിയോ കേൾക്കും. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഇപ്പം ഇതുവരെ കരിയർ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അങ്ങ് പോയി.